Hello dear student, next we are going to discuss the fourth theorem from the first module, theorem 1.4. The theorem is stated that if a graph has exactly two vertices of odd degree, then there must be a path joining between these two vertices. Show that if a graph has exactly two vertices of odd degree, there must be a path joining these two vertices. നമ്മളൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യുവാണ്. ആ ഗ്രാഫ് എന്ന് പറയുന്നത് മേ ബി കണക്റ്റഡ് അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ഗ്രാഫായിരിക്കും. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രാഫിൽ ആകെ ഓഡ് ഡിഗ്രി ഉള്ള രണ്ട് വേർട്ടിസസ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രാഫിലെ ഓഡ് ഡിഗ്രിയുള്ള വേർട്ടിസസിൻ്റെ കൗണ്ട് 2 ആണെങ്കിൽ ആ രണ്ട് വേർട്ടിസസിനും ഇടയ്ക്കൊരു പാത്ത് കാണും. അത് മീൻ ചെയ്യുന്നത് ആ രണ്ട് വേർട്ടിസസും ഒരു കമ്പോണൻറ്റിലെ വേർട്ടിസസ് ആയിരിക്കും. അതായത് നമുക്ക് കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒരു പോർഷൻ മാത്രമേ കാണത്തുള്ളൂ ഇല്ലേ. ഇതൊരു കണക്റ്റഡ് ഗ്രാഫാണ്. ഇതിനകത്ത് ഒറ്റ പോർഷൻ മാത്രമേ കാണത്തുള്ളൂ. അതെല്ലാം പാത്ത് കാണും ഏത് പെയർ ഓഫ് വേർട്ടിസസിനിടയ്ക്കും. ഇനി ഇതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 കമ്പോണൻറ്റ്സ്. അപ്പോൾ ഈ ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിൽ ഏതെങ്കിലും ഒരു ഗ്രാഫിൻ്റെ ഡിഗ്രി ഏതെങ്കിലും ഒരു ഗ്രാഫിൻ്റെ ഓഡ് ഡിഗ്രി ഉള്ള നമ്പർ ഓഫ് വേർട്ടിസസിൻ്റെ കൗണ്ട് 2 ആണെങ്കിൽ ആ 2 വേർട്ടിസസിന് തമ്മിലൊരു പാത്ത് കാണും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ 2 വേർട്ടിസസും ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ വേർട്ടിസസ് ആയിരിക്കും. അതല്ലാതെ ഒരു വേർട്ടെക്സ് ഇവിടുത്താളും അടുത്ത വേർട്ടെക്സ് ഇവിടുത്താളും ആയിരിക്കില്ല എന്നാണ് മീൻ ചെയ്തത്. ഓക്കെ, സോ അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് we have a graph G which consisting of many vertices having even degree except 2 vertices V1 and V2 which having odd degree. നമ്മുടെ കയ്യിൽ ഒരു ഗ്രാഫ് ഉണ്ട്. ഗ്രാഫിൽ കുറേ വേർട്ടിസസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ഡിഗ്രി ഈവൻ ആണ് എക്സെപ്റ്റ് V1 ആൻഡ് V2. V1 V2 എന്ന് പറഞ്ഞാൽ രണ്ട് വേർട്ടിസസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും ഡിഗ്രി ഈവൻ ആണ്. ഈ V1 V2ൻ്റെ മാത്രം ഡിഗ്രി എന്ന് പറയുന്നത് ഓഡ് ആണ്. അപ്പോൾ നമ്മളൊരു തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്, തിയറം 1.2 പഠിച്ചിട്ടുണ്ട്. ഒരു ഗ്രാഫിൽ ഓഡ് ഡിഗ്രി ഉള്ള നമ്പർ ഓഫ് വേർട്ടിസസിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് ഓൾവേസ് ഈവൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഓഡ് ഡിഗ്രി ഉള്ള നമുക്ക് രണ്ട് വേർട്ടിസസ് ആണുള്ളത്. 2 ഈസ് ആൻ ഈവൻ നമ്പർ. സോ അത് മീൻ ചെയ്യുന്നത് ഈ ഓഡ് ഡിഗ്രി ഉള്ള രണ്ട് വേർട്ടിസസും എവിടുത്തെ ആളായിരിക്കണം? ഒരൊറ്റ ഗ്രാഫിലെ അല്ലെങ്കിൽ ഗ്രാഫിലെ ഒരു കമ്പോണൻറ്റിൻ്റെ തന്നെ ആളായിരിക്കണം. അതുകൊണ്ടാണ് അവരുടെ ഇടയ്ക്ക് ഒരു പാത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇതാണ് തിയറം പ്രൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? നമുക്ക് ഒരു ഗ്രാഫിൽ രണ്ട് വേർട്ടിസസിൻ്റെ മാത്രം ഡിഗ്രി 2 ആണ്. അപ്പം നമ്മൾ മുൻപേ പഠിച്ച തിയറത്തിനെ ബേസ് ചെയ്ത് ഓഡ് ഡിഗ്രി ഉള്ള നമ്പർ ഓഫ് വേർട്ടിസസ് ഈവൻ ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഗ്രി ഓടുള്ള രണ്ട് പേരാണുള്ളത്. അപ്പോൾ ആ രണ്ട് പേരും ഇൻ കേസ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ആ രണ്ട് പേരും രണ്ട് കമ്പോണൻറ്റിലുള്ള ആളായിരിക്കത്തില്ല, ഒരു കമ്പോണൻറ്റിൽ തന്നെ വരുന്നവരായിരിക്കണം. എങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വേർട്ടിസസ് ഹാവിങ് ഡിഗ്രി എന്താവത്തുള്ളൂ? നമ്പർ ഓഫ് വേർട്ടിസസ് ഹാവിങ് ഓഡ് ഡിഗ്രി ഈവൻ എന്നുള്ള ആ ഒരു തിയറം അവിടെ പ്രൂവ് ആവത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരാൾ ഒരിടത്തും ആകെ 2 പേരെ ഓഡ് ഡിഗ്രി ആയിട്ടുള്ളൂ. ഒരാൾ ഫസ്റ്റ് കമ്പോണൻറ്റിലും അടുത്ത ആൾ സെക്കൻഡ് കമ്പോണൻറ്റിലും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ തിയറം ഇവിടെ വർക്ക് ചെയ്യത്തില്ല. തിയറത്തിനെ ബേസ് ചെയ്ത് ഓഡ് ഡിഗ്രിയുള്ള നമ്പർ ഓഫ് വൺസ് ഈവൻ ആയിരിക്കണം. ഇവിടെ ഓഡ് ഡിഗ്രിയുള്ള 2 പേരുണ്ടെങ്കിൽ 2 പേരും ഒരൊറ്റ കമ്പോണൻറ്റിൽ തന്നെ ആൾക്കാർ ആയിരിക്കും. ഒരൊറ്റ കമ്പോണൻറ്റിലെ വേർട്ടിസസ് എന്ന് പറയുമ്പോൾ ഷുവർ ആയിട്ട് അതിനിടയ്ക്ക് ഒരു പാത്ത് ഉണ്ടായിരിക്കും. സോ let G be a graph with all vertices are of even degree except the vertices V1 and V2 which are odd one. In a graph, the number of vertices having odd degree must be an even number. So, no graph can have odd number of odd vertices. Odd vertices means odd degree ഉള്ള vertices. അതായത് ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ ഒരാൾ ഒരിടത്തും അടുത്ത ആൾ വേറൊരു കമ്പോണൻറ്റിലും ആയിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറം 1.2 വർക്ക് ചെയ്യത്തില്ല. സോ ഹിയർ ഇൻ എ ഗ്രാഫ് V1 ആൻഡ് V2 മസ്റ്റ് ബിലോങ് ടു ദ സെയിം കമ്പോണൻറ്റ് ആൻഡ് ഹെൻസ് മസ്റ്റ് ഹാവ് എ പാത്ത് ബിറ്റ്വീൻ ദം. സോ നമ്മുടെ പ്രൂഫ് പറയാം. ജി ഒരു ഗ്രാഫാണ്. അതിൽ 2 വേർട്ടിസസിന് മാത്രം ഡിഗ്രി ഓഡാണ്. ഓഡ് ഡിഗ്രിയുള്ള നമ്പർ ഓഫ് വേർട്ടിസസ്
ഓൾവേസ് എൻ ഈവൻ വാല്യൂ ആണ്. സോ ഇവിടെ നമുക്ക് 2 വേർട്ടീസ് ഉണ്ട്, ഈവൻ വാല്യൂ ആണ്, അതെന്തായാലും ഒരൊറ്റ കമ്പോണൻറ്റ് തന്നെ വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറം 1.2 വർക്ക് ചെയ്യത്തുള്ളൂ. സോ ഈ തിയറം 1.4 1.2നെ ബേസ് ചെയ്തിട്ടാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പേരും എവിടെ തന്നെ ഉള്ളവരായിരിക്കും, ഒരൊറ്റ കമ്പോണൻറ്റ് തന്നെ ഉള്ളതായിരിക്കും, അതിന് തമ്മിൽ എന്തായാലും ഒരു പാത്ത് എക്സിസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.